CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ രൂക്ഷ വിമർശനം. LDF സർക്കാരിനെതിരെ ആശാസമരത്തിലും PM ശ്രീയിലും അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് വിമർശനം ഉയർന്നത്. CPI മന്ത്രിമാരുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയമായിരുന്നു. CPIയുടെ വകുപ്പുകൾ ഭരിച്ചത് ഉദ്യോഗസ്ഥരാണെന്നും വിമർശനം ഉയർന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അരുൺ, ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ എത്രത്തോളം വലിയ വിമർശനമാണ് ഈ ജില്ലാ യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്? ഒപ്പം CPI വഹിച്ച വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിമർശനം ഉയർന്നതായി പറയുന്നുണ്ടല്ലോ. എന്തൊക്കെയാണ് ആ യോഗത്തിൽ നടന്നത്? ഗൗതം, പ്രധാനമായിട്ടും ഈ ബിനോയ് വിശ്വത്തിന്റെ പല നിലപാടുകളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമായിട്ട് ഉയർന്നിരിക്കുന്നത്. അതിൽ തന്നെ PM ശ്രീ പോലുള്ള കാര്യങ്ങളെ എതിർത്തതും ആശാസമരത്തിൽ ഉൾപ്പെടെ എടുത്ത നിലപാടുകളും ഒക്കെ വലിയ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിമർശനമായിട്ട് ഉയരുന്നത്. ബിനോയ് വിശ്വം സ്വീകരിച്ച പല നടപടികളും പാർട്ടിയെയും മുന്നണിയെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ് CPI പറയുന്നത്. മാത്രമല്ല, ഈ CPIയെ സംബന്ധിച്ചിടത്തോളം കയ്യിലുണ്ടായിരുന്ന വകുപ്പുകൾ, ആ വകുപ്പുകൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ല എന്നുള്ള വിമർശനം കൂടെ ഉയരുന്നുണ്ട്. അത് കൃഷി വകുപ്പാണെങ്കിലും അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് വകുപ്പാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലൊക്കെ നെല്ല് സംഭരണത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് ഈ CPI തങ്ങൾക്ക് ലഭിച്ച വകുപ്പുകൾ കൃത്യമായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള വിമർശനം ഉൾപ്പെടെ ഉയരുകയുണ്ടായി. മാത്രമല്ല, ഈ വകുപ്പുകളിലെ കൈകാര്യം ചെയ്തത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്. അതായത് മന്ത്രിമാർക്കൊന്നും കാര്യമായിട്ട് ഒരു സ്വാധീനവും ഇല്ലാതെ ഉദ്യോഗസ്ഥരുടെ ഭരണമാണ് ഈ കാര്യങ്ങളിലേക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. അട്ടപ്പാടിയിൽ ഉൾപ്പെടെ നിരവധി ഭൂമി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പരിഹരിക്കാൻ 10 വർഷം കയ്യിൽ കിട്ടിയിട്ടും അതൊന്നും പരിഹരിക്കാൻ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ മന്ത്രിക്കോ ഒന്നും സാധിച്ചില്ല എന്നുൾപ്പെടെയുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഏതായാലും CPIയുടെ മന്ത്രിമാരുടെ പ്രവർത്തനം സമ്പൂർണ്ണ പരാജയം എന്നുൾപ്പെടെ പറയുന്നു. അതുപോലെ തന്നെ CPI വകുപ്പുകൾ ഉദ്യോഗസ്ഥർ ഭരിച്ചു. പിണറായി വിജയനെതിരെയും വിമർശനം CPIയുടെ ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പിണറായിയും പലപ്പോഴും ഏകാധിപതിയെ പോലെ പെരുമാറി എന്നുൾപ്പെടെയുള്ള രൂക്ഷ വിമർശനങ്ങളും ഉയരുകയുണ്ടായി. പക്ഷേ എല്ലാം പിണറായിയെ മാത്രം കുറ്റം പറയാൻ കഴിയില്ല. CPI വകുപ്പുകളുടെ ഭാഗത്ത് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഭരണത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ എക്സിക്യൂട്ടീവിൽ പറയുന്നത്. ഒപ്പം തന്നെ അവരുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വത്തിനെതിരെയാണ് പ്രധാനമായിട്ടും രൂക്ഷ വിമർശനം എക്സിക്യൂട്ടീവിൽ ഉയർന്നത്. ബിനോയ് വിശ്വത്തിന്റെ പല നിലപാടുകളും അത് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലായി മാറിപ്പോയി എന്നുള്ളതാണ്. അത് PM ശ്രീയും ആശാസമരവും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനമാണ് ഉണ്ടായത്.